ഈ ഒരു ലീനിങ് ടവറിന്റെ ടോപ്പിലേക്ക് കയറാവുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്യണം. Hi guys, we are in the world's biggest leaning tower of Pisa. നമ്മൾ ആദ്യമായിട്ടാണ് ഡ്രൈവർലെസ് ആയിട്ടുള്ള ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിൽ യാത്ര ചെയ്യുന്നത്. നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഡ്രീം ചെയ്യില്ലേ, കുറേ കളർഫുൾ ആയിട്ട് കുഞ്ഞു കുഞ്ഞു വീടുകൾ, അതും ബീച്ച് സൈഡിൽ ഒരു മലയുടെ മുകളിൽ, അതുപോലെ ഒരു ഡ്രീം പോലെ ഒരു സിറ്റിയാണ് നമുക്ക് കാണാൻ പറ്റുക. ഹായ് ഫ്രണ്ട്സ്, ആർക്കിടെക്ചറിൽ വന്ന പിഴവ് കാരണം ലോകാത്ഭുതമായി മാറിയ പിസയിലെ ചരിഞ്ഞ ഗോപുരത്തിന്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. ഇറ്റലിയിലെ ഫ്ലോറൻസ് നഗരത്തിൽ നിന്നും ഇറ്റാലിയൻ ട്രെയിൻ വഴി വെറും 50 മിനിറ്റ് കൊണ്ടാണ് നമ്മൾ പിസയിൽ എത്തുന്നത്. ഇറ്റലി വിസിറ്റ് ചെയ്യുന്നവർ മറ്റു പല സിറ്റിയിൽ നിന്നും ഇറ്റാലിയൻ ട്രെയിൻ വഴി ഒരു ദിവസം കൊണ്ട് കണ്ടു പോകാവുന്ന ഒരു സിറ്റി തന്നെയാണ് പിസ എന്ന് പറയുന്നത്. ലോകാത്ഭുതമായ ലീനിങ് ടവർ കൊണ്ട് ഫേമസ് ആയ ഇറ്റലിയിലെ ഈ ഒരു നഗരം മറ്റ് നഗരങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുഞ്ഞു നഗരമാണ്. നമ്മൾ സ്റ്റേയിൽ നിന്നും ഏകദേശം 30 മിനിറ്റ് ബസ്സിൽ ട്രാവൽ ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഒരു സ്പോട്ടിലേക്ക് എത്താൻ. ഈ ഒരു ലീനിങ് ടവർ സ്ഥിതി ചെയ്യുന്നത് ഒരു കോമ്പൗണ്ടിൽ മറ്റ് 3 ബിൽഡിങ്ങുകളുടെ കൂടെയാണ്. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് റെഡി ആയിട്ടാണ് ആ ഒരു കോമ്പൗണ്ടിലേക്ക് എൻ്റർ ആവുന്നത്. കാരണം അതിൻ്റെ ഇടയിൽ വിശന്നാൽ നമുക്ക് വീണ്ടും തിരിച്ചിറങ്ങേണ്ടി വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് അകത്തോട്ട് കയറുന്നത്. ആദ്യം നമ്മൾ ഈ ഒരു ലീനിങ് ടവർ കാണുന്ന മൊമെന്റ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു എക്സൈറ്റിംഗ് മൊമെന്റ് ആണ്. കാരണം നമ്മൾ ചെറുപ്പം തൊട്ടേ ഒത്തിരി കേട്ടിട്ടുണ്ട് ലോകാത്ഭുതമായ ഈ ഒരു ലീനിങ് ടവറിനെ പറ്റി. അപ്പൊ ഇത് എത്ര വലുതാണ്, ഇതിന് എത്ര ചെരിവുണ്ട്, അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആണ് ഇതൊക്കെ അറിയാൻ. ഇത് ഉള്ളത് മിറാക്കിൾ ഗാർഡൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടിലാണ്. അതിനകത്ത് ഒരു ചർച്ച്, അതിൻ്റെ കൂടെ ബാപ്റ്റിസം ചെയ്യാനുള്ള ഒരു പ്ലേസ്, സെമിത്തേരി, പിന്നെ ഈ ഒരു ലീനിങ് ടവറും ആണുള്ളത്. ശരിക്കും ഒരു ലീനിങ് ടവർ എന്ന് പറയുന്നത് ചർച്ചിനോട് ചേർന്നുള്ള ചർച്ചിന്റെ ബെൽ ടവർ ആണ്. നമ്മൾ ഈ ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ഏറ്റവും വലിയൊരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ലീനിങ് ടവറിന്റെ ടോപ്പിലേക്ക് കയറാവുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്യണം. അതിന്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ ഒരു യെല്ലോ ബിൽഡിംഗ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതിനകത്ത് ബാഗ് കാര്യങ്ങൾ ഒക്കെ അവിടെ നമ്മൾ വെക്കണം. വെള്ളം പോലും അലൗഡ് അല്ല. ഫോണ്, ക്യാമറ അതിനൊന്നും ഇഷ്യൂസ് ഇല്ല. പക്ഷെ വെള്ളം, ബാഗ് അതൊന്നും അവർ ഉള്ളിലേക്ക് എടുക്കാൻ സമ്മതിക്കില്ല. ഈ ഒരു ടവറിനകത്തേക്ക് ഒരു സമയത്ത് 30 ആളുകൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. അതുകൊണ്ട് തന്നെ ടിക്കറ്റ് ഓൺ ദ സ്പോട്ടിൽ എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര മണ്ടത്തരമാണ്. മാക്സിമം നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ ആ ഒരു കോമ്പൗണ്ടിൽ വന്ന് ചുറ്റിക്കറങ്ങി ആ ഒരു ടൈം സ്ലോട്ട് ആവുന്ന സമയത്ത് അങ്ങോട്ടേക്ക് പോയാൽ മതി. ആ ഒരു കറക്റ്റ് ടൈമിന് മാത്രമേ അവർ അതിനകത്തേക്ക് കയറ്റി വിടുകയുള്ളൂ. ഈ ഒരു ടവർ കംപ്ലീറ്റ് ആയിട്ട് മാർബിൾ ആണ് നിർമ്മിച്ചിട്ടുള്ളത്. നമ്മൾ അതിന് അകത്തേക്ക് എൻ്റർ ചെയ്തപ്പം ആദ്യം നോക്കിയത് അതിനുള്ളിൽ എന്താണെന്നാണ്. അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല. അതിൻ്റെ ചുറ്റും സ്റ്റെപ്പ് ഉണ്ട് നമുക്ക് ടോപ്പിലേക്ക് പോകാൻ. പിന്നെ കാണുന്നത് അതിൻ്റെ സൈഡിലായിട്ട് ഒരു മെറ്റൽ റോഡ് വലിച്ചു വെച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ആ ഒരു മെറ്റൽ റോഡാണ് ഇപ്പം ഈ ഒരു ടവറിന് വീഴാതെ സൂക്ഷിച്ചിട്ടുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ വാഴയൊക്കെ വീഴാൻ നേരത്ത് നമ്മൾ കെട്ടിവെക്കൂലേ, ആ ഒരു സെയിം മെത്തേഡാണ് ഇവർ ഉപയോഗിച്ചിട്ടുള്ളത്. ശരിക്കും ഈ ഒരു ടവർ ഉണ്ടാക്കുന്ന സമയത്ത് ചർച്ചിന്റെ ബെൽ ടവർ ഒട്ടും ഇമ്പോർട്ടൻ്റ് ഇല്ലാത്ത ഒരു ബിൽഡിംഗ് ആയിരുന്നു അത്. എന്നാൽ ആർക്കിടെക്ചറിന്റെ ഒരു ചെറിയൊരു പിഴവ്, അയാൾ അതിന്റെ ബേസിന്റെ എത്ര സ്ട്രെങ്ത് ഉണ്ട് എന്ന് നോക്കിയില്ല. അങ്ങനെ ചെരിവ് വരുന്നു. ഒത്തിരി കാലം അവർ വർക്ക് ചെയ്തിട്ടാണ് പിന്നീട് ഈ ഒരു ടെക്നോളജി കണ്ടുപിടിക്കുന്നതും ഇനി ഒരിക്കലും ഇത് വീഴില്ല എന്ന് ഉറപ്പാക്കുന്നതും. ഇതിന്റെ മുകളിലോട്ട് ഏകദേശം 291 സ്റ്റെപ്പാണുള്ളത്. ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് ടോപ്പിൽ എത്താൻ പറ്റും. താഴെ നിന്ന് അത്ര മനസ്സിലാവില്ല, പക്ഷെ മേലെ എത്തുമ്പം ശരിക്കും നമുക്ക് ആ ഒരു ചെരിവ് മനസ്സിലാകും. നമ്മൾ അത്യാവശ്യം അവിടുത്തെ വ്യൂ ഒക്കെ കണ്ട് കുറച്ചു നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഇറങ്ങി. അതിൻ്റെ മേലെ ഇരിക്കുന്നതിന് അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് എത്ര ടൈം സ്പെൻഡ് ചെയ്യാം എന്നുള്ളതിന് ടൈം ഇതൊന്നുമില്ല. ഈ ഒരു സ്റ്റെപ്പ് സ്ട്രെയിറ്റ് അല്ല, സ്പൈറൽ ആണ്. അതുകൊണ്ട് തന്നെ കയറുമ്പോഴാണെങ്കിലും ഇറങ്ങുമ്പോഴാണെങ്കിലും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ അത്ര വലിയ റിസ്ക് ആയിട്ടുള്ള ഒരു സംഭവം എന്നല്ല. പിന്നെ ആ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുറേ തേഞ്ഞു പോയിട്ടുണ്ട്. മാർബിൾ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തേഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ആ ഒരു ഫ്ലോർ ഓൾറെഡി സ്ട്രെയിറ്റ് അല്ല, അതിൻ്റെ കൂടെ ഇതിൻ്റെ ചെരിവും കൂടി വരുമ്പം നടക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ എന്നാലും ഭയങ്കര രസമാണ് അതിൻ്റെ ഉള്ളിൽ കയറിയാൽ. നമ്മൾ ഈ ഒരു മിറാക്കിൾ ഗാർഡനിലേക്ക് എൻ്റർ ചെയ്ത് പുറത്തു നിന്ന് ഇതിനകത്തുള്ള ഈ ഒരു 4 ബിൽഡിങ് കാര്യങ്ങളൊക്കെ നടന്ന് കണ്ടപ്പോഴേക്ക് ലീനിങ് ടവറിൻ്റെ ഉള്ളിൽ കയറാനുള്ള ടൈം സ്ലോട്ടായി. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് പോകുന്നത് പിസ കത്തീഡ്രലിനകത്തേക്കാണ്. അത്യാവശ്യം നല്ല വലിയൊരു കത്തീഡ്രൽ തന്നെയാണ്. പിന്നെ നമുക്ക് ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് എപ്പോഴും ഒരുമിച്ചുള്ള ടിക്കറ്റാണ് ലാഭമായിട്ട് വരുന്നത്. നമുക്ക് സിംഗിളായിട്ട് വേണേൽ സിംഗിളായിട്ട് എടുക്കാം, കോമ്പിനേഷൻ ആയിട്ട് എടുക്കണേ കോമ്പിനേഷൻ ആയിട്ട് എടുക്കാം. അപ്പം നമ്മൾ ലീനിങ് ടവറിൻ്റെയും ഈ ഒരു കത്തീഡ്രലിൻ്റെയും കോമ്പിനേഷൻ ആയിട്ടാണ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. സെമിത്തേരി ഒരു അത്ര വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല. പിന്നെ ബാപ്റ്റിസ്റ്ററി എന്ന് പറയുന്നത് അവർ ആ ഒരു സമയത്തിന് പണ്ട് കാലത്ത് ഇതുണ്ടാക്കുന്ന സമയത്ത് ബാപ്റ്റിസം അത്രയും വലിയൊരു സംഭവമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ അത്രയും വലിയൊരു ബാപ്റ്റിസ്റ്ററിക്ക് വേണ്ടിയിട്ടൊരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നത്. എന്നാൽ അതിനകത്ത് കാര്യമായിട്ട് കാണാനൊന്നുമില്ല, ആ ഒരു ചെറിയൊരിത് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ഏകദേശം ഒരു 4 മണിക്കൂർ കൊണ്ട് ഈ ഒരു മിറാക്കിൾ ഗാർഡൻ മൊത്തം കണ്ടു കഴിഞ്ഞു. നമ്മൾ ഇപ്പം യാത്ര ചെയ്യുന്ന വണ്ടിക്ക് ഒത്തിരി പ്രത്യേകതകളുണ്ട്. നമ്മൾ മുന്നിലോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ഡ്രൈവർ സീറ്റോ ഒന്നും കാണാൻ പറ്റില്ല. എന്നാൽ നമ്മൾ ബാക്കോട്ട് നോക്കിയാൽ അവിടെയും ഡ്രൈവർ സീറ്റോ ഒന്നുമില്ല. നമ്മൾ ആദ്യമായിട്ടാണ് ഡ്രൈവർലെസ് ആയിട്ടുള്ള ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിൽ യാത്ര ചെയ്യുന്നത്. ഇത് ശരിക്ക് പിസ എയർപോർട്ടിലേക്കുള്ള ട്രെയിനാണ്. നമ്മൾ 4 മണിക്കൂർ കൊണ്ടാണ് മിറാക്കിൾ ഗാർഡൻ കണ്ടു കഴിഞ്ഞത്. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ചിട്ട് നമുക്കൊരു ഹാഫ് ഡേ നമ്മൾ ഫ്രീ ആണ്. അപ്പം നമ്മൾ എയർപോർട്ടിൽ പോയി ഒരു കാറ് റെൻറ്റിന് എടുത്തിട്ട്, ഇറ്റലി എന്ന് പറയുന്നത് ഈ ഒരു ആർക്കിടെക്ചർ കൊണ്ട് മാത്രമല്ല കോസ്റ്റൽ ഏരിയ കൊണ്ടും നേച്ചുറൽ ബ്യൂട്ടി കൊണ്ടൊക്കെ ഒത്തിരി പ്രത്യേകതകളുള്ള ഒരു കൺട്രിയാണ്. യാത്രകൾ ഇഷ്ടപ്പെടുന്നവർ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും ട്രാവൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൺട്രിയാണ് ഇറ്റലി. എന്നാൽ നമ്മളൊരു യാത്ര പ്ലാൻ ചെയ്യുമ്പം ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരിക വത്തിക്കാൻ സിറ്റി, റോം, വെനീസ് അങ്ങനെയുള്ള സിറ്റികളാണ്. എന്നാൽ ഇറ്റലി എന്ന് പറയുന്നത് കോസ്റ്റൽ ഏരിയ, ഒരു രക്ഷയുമില്ലാത്ത ഹെവി കോസ്റ്റൽ ഏരിയകളാണ് ഇറ്റലിക്കുള്ളത്. നമ്മൾ ഇപ്പോൾ പോകുന്നത് ഇറ്റലിയിലെ സിങ്കേ തെറെ എന്ന് പറയുന്ന ഒരു കോസ്റ്റൽ ഏരിയയിലേക്കാണ്. അവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള വ്യൂ പോയിന്റ് ആണ് മനറോള എന്ന് പറയുന്നത്. ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ ഏകദേശം 96 കിലോമീറ്റർ ആണ് പിസയിൽ നിന്നും ഡ്രൈവ് വരുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞ് കാർ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഡ്രീം ചെയ്യില്ലേ, കുറേ കളർഫുൾ ആയിട്ട് കുഞ്ഞു കുഞ്ഞു വീടുകൾ, അതും ബീച്ച് സൈഡിൽ ഒരു മലയുടെ മുകളിൽ, അതുപോലെ ഒരു ഡ്രീം പോലെ ഒരു സിറ്റിയാണ് നമുക്ക് കാണാൻ പറ്റുക. പിന്നെ നമ്മൾ അവിടെ എത്തുന്നത് സൺസെറ്റ് ടൈമിലാണ്. അപ്പോൾ ഈ ഒരു സൺസെറ്റ് ടൈമിൽ ബീച്ച് ഇതൊക്കെ എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ കളറൊക്കെ തന്നെ ഭയങ്കര രസമുള്ള ഒരു കാഴ്ച തന്നെയാണത്. നമ്മൾ ഈ ഒരു ഇറ്റലി ട്രിപ്പ് 4 ഡേ കൊണ്ട് ഇറ്റലിയിലെ 4 സിറ്റികളാണ് കവർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു സിറ്റികൾ തമ്മിൽ ട്രാവൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഇറ്റാലിയൻ ട്രെയിനുകളാണ്. ഈ ഒരു വ്യൂ എന്ന് പറയുന്നത് വിൻഡോസിൻ്റെ ഒരു വാൾപേപ്പറാണ്. അല്ലാതെ തന്നെ എവിടെയെങ്കിലൊക്കെ ഈ ഒരു വ്യൂ നമ്മൾ കണ്ടിട്ടുണ്ടാകും. ഈ ഒരു വ്യൂ മാത്രമല്ല, കോസ്റ്റൽ ഏരിയ ആയതുകൊണ്ട് തന്നെ നല്ല ഫ്രഷ് സീ ഫുഡ് കിട്ടാനുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷൻ കൂടിയാണ് മനറോള എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ നൈറ്റ് ഡിന്നറിന് അവിടുന്ന് ഫ്രഷ് ആയിട്ടുള്ള സീ ഫുഡാണ് ചൂസ് ചെയ്തത്. നമ്മുടെ ഇറ്റലി യാത്രാ സീരീസിൻ്റെ ലാസ്റ്റ് എപ്പിസോഡാണിത്. പിസയിലെ കാഴ്ചകളും വിശേഷങ്ങളും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതിനുശേഷമുള്ള ഒരു കാഴ്ചയും ഡ്രൈവും കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.